ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗം. ദുഷ്പ്രേരണയ്ക്ക് കാരണമാകാതിരിക്കുക. ഈശോ തൻ്റെ പ്രബോധനങ്ങളെല്ലാം ഉപമകൾ വഴിയാണ് ജനത്തോട് സംസാരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. പ്രബോധനങ്ങളെല്ലാം ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ തങ്ങി നിൽക്കാൻ അവിടുന്ന് പറഞ്ഞ ഉദാഹരണങ്ങൾക്ക്, കഥകൾക്ക് ഏറെ പ്രസക്തിയുണ്ടായിരുന്നു. ഈശോ ദുഷ്പ്രേരണയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് കുറച്ചുകൂടെ സുവ്യക്തമായിട്ട്, നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് മുറിച്ച് കളയട്ടെ. നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴിഞ്ഞെടുത്ത് കളയണം. പാപത്തിന് കാരണമായ സാഹചര്യങ്ങൾ ഒരുവനെ തിന്മയുടെ അന്ധകാരത്തിൻ്റെ അടിമകളാക്കി മാറ്റുമെന്ന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് ഈശോ നമുക്ക് ഈ പ്രബോധനം നൽകുന്നത്. നിനക്ക് തെറ്റ് ചെയ്യാൻ കാരണമാകുന്ന സാഹചര്യമൊരുക്കുന്ന ഒരു തലത്തിലേക്ക് നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ നിന്നെ വഴിതെറ്റിക്കുന്നു എങ്കിൽ അവ ഇല്ലാതിരിക്കുന്നതാണ് ഉള്ള അവസ്ഥയിൽ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. പ്രലോഭന ഹേതുവാകുന്നവൻ, അത് കയ്യേ കാല് എന്നതിനപ്പുറത്ത് ഒരുവൻ മറ്റൊരുവന് പാപം ചെയ്യാൻ കാരണമായി മാറിയാൽ അത് എന്നെയും നിങ്ങളെയും മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് യേശു പറയുക. നിന്റെ സംസാരം മൂലം, നിന്റെ ഒരു പെരുമാറ്റം മൂലം, നിന്റെ ഒരു നിർബന്ധം മൂലം, നിന്റെ ചില സംസാര രീതികൾ മൂലം, ചില പ്രവൃത്തികളുടെ പ്രത്യേകത കൊണ്ട് ഒരുവനെ പാപത്തിലേക്ക് നീ തള്ളിവിടുന്നുണ്ടോ എങ്കിൽ, അവനെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ടോ എങ്കിൽ, അത് വലിയ ഗൗരവമുള്ള തെറ്റായിട്ട് ഈശോ കാണുന്നുണ്ട്. ഇന്ത്യൻ പീനൽ കോഡിലും ഉണ്ടല്ലോ, പാപം ചെയ്യുന്നവനും പാപത്തിലേക്ക് ഒരുവനെ നയിക്കുന്നവനും ഒരുപോലെ കുറ്റക്കാരാണെന്നാണ് പറയുക. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഗൗരവമുള്ള പാപമായിട്ട് ഈശോയും കരുതുന്നു എന്നത് നാം ഗൗരവത്തോടെ കാണണം പ്രിയപ്പെട്ടവരെ. ആധുനിക കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ അമിതമായ ഉപയോഗം ഒരുപാട് കുടുംബ ജീവിതങ്ങളെ പോലും തകർത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരു കാലത്ത് നമ്മുടെയൊക്കെ സഭാ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇടവകകളിൽ ഡിവോഴ്സ് കേസുകളൊക്കെ വളരെ പരിമിതമായിരുന്നുവെങ്കിൽ ഇന്ന് വളരെ കോമണായി മാറുകയാണ്. തെറ്റായ ബന്ധങ്ങൾ, വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഇന്ന് ഒരുപാട് വർദ്ധിച്ചു വരുന്നു കുടുംബ സാഹചര്യങ്ങളിൽ പോലും. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ പൊരുൾ നമുക്ക് ഉൾക്കൊള്ളാം. ഞാൻ ഒരുവളെ പാപത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ, എൻ്റെ ഒരു വാക്ക് ഒരു കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നുവെങ്കിൽ, എൻ്റെ ഒരു വാക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുവെങ്കിൽ അതിന് ഞാൻ വില കൊടുക്കേണ്ടി വരുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ആർക്കും പ്രലോഭനത്തിന് കാരണമായി തീരാതെ നന്മയുള്ള മക്കളായിട്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. യേശു പറഞ്ഞതുപോലെ നമ്മ പാപത്തിലേക്ക് തള്ളിവിടുന്ന എന്ത് തന്നെ സാഹചര്യങ്ങളുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ, ആ തലത്തിൽ നിന്ന് ഒരു തിരിഞ്ഞ് നടക്കലിന് നമുക്ക് തയ്യാറാകണം. ഞാൻ ഈ പോകുന്ന വഴികളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ശൈലികളും ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് നസ്രായൻ്റെ കൊടിക്കീറയ്ക്ക് കീഴിൽ അഭിമാനബോധമുള്ള ക്രൈസ്തവരായിട്ട് തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇനിയുള്ള ജീവിതത്തിൽ
എനിക്ക് എൻ്റെ തമ്പുരാൻ്റെ വിളി കേൾക്കാൻ. മനുഷ്യജീവിതം നീർക്കുമിളയ്ക്ക് സദൃശ്യമാണെന്നാണല്ലോ പറയുക. മരിക്കാനൊരു പ്രായമൊന്നുമില്ല. പാപത്തിലേക്ക് തള്ളിവിടുന്ന എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഞാൻ മൂലം ഉടലെടുക്കുന്നുണ്ട് എങ്കിൽ അതെൻ്റെ നാശത്തിന് കാരണമാകാതിരിക്കണമെങ്കിൽ അത്തരം തിന്മയുടെ തലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പാപ സാഹചര്യങ്ങളിലും വിട്ടു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രലോഭനങ്ങളെ അതിജീവിച്ചവൻ, വചനം കൊണ്ട് പ്രലോഭനത്തെ നേരിട്ടവൻ എനിക്കും നിങ്ങൾക്കും ശക്തിയായി തീരട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.